രാജ്കുമാർ റാവുവിന്റെ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്, ഭൂൽ ചുക് മാഫ്. അതായത് പ്ലീസ് ഫോർഗീവ് മീ. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ കാണാനുള്ള രണ്ട് കാരണം, ഒന്ന് രാജ്കുമാർ റാവും, മറ്റൊന്ന് മാഡോക് ഫിലിംസും ആണ്. സോ മാഡോക് ഫിലിംസിന്റെ പേര് ഒരു വീടിന്റെ ചുമരിന്റെ മുകളിൽ എഴുതി വെച്ചാൽ കൂടി നമുക്ക് ധൈര്യത്തിൽ കയറിച്ചില്ല. ആ ഒരു ട്രസ്റ്റ് ഇപ്പൊ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് പോലും. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നായികയെ കിട്ടണം വെച്ചാൽ 2 മാസത്തിനുള്ള ആളൊരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കണം, ഇല്ലെങ്കിൽ കൊടുക്കില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. സോ ഇതിനെ കളിയാക്കിയിട്ട് അവരെന്നെ പറയുന്നുണ്ട്, ഈ ലോകത്ത് ഏറ്റവും എളുപ്പം കുട്ടി ഉണ്ടാക്കാനാണ്, അതിന് വരെ 10 മാസം വേണം, പിന്നെയാണോ 2 മാസത്തിൽ ജോലി എന്ന്. അതേപോലെ തന്നെ പരുന്ത് മൂത്രം ഒഴിക്കുന്നത് പോലെയാണ് എന്താണ് ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. സംതിങ് ദാറ്റ് ഹാപ്പൻസ് റയർ എന്നാണ് അവർ പറയുന്നത്. അങ്ങനത്തെ കുറച്ച് അടിപൊളി ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. സോ ഇതിൽ ഏറ്റവും കിടിലനായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് വാമികയാണ്. എനിക്ക് രാജ്കുമാർ റാവുനേക്കാൾ അടിപൊളിയായി പെർഫോം ചെയ്തായിട്ടൊന്ന് വാമികയാണ്. നല്ല രസമായിരുന്നു ഇവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ സീൻസും അവരുടെ ഒരു കെമിസ്ട്രിയും. ആൻഡ് വാമിക, ഷി ലുക്സ് ഡാം ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു ക്രേസി ക്യാരക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആള് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഓവർ ആയിട്ട് പോയിട്ടുണ്ട്, അതായത് ഓവർ ആക്ടിങ് വേണ്ട അവിടെ അതുണ്ട്, സട്ടിലായിട്ട് വേണ്ട അവിടെ അതുണ്ട്. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. ഈ ടുവേർഡ്സ് എൻഡൊക്കെ ആകുമ്പോൾ ഡ്രാഗൺ സിനിമയില് നമ്മുടെ പ്രദീപ് രംഗനാഥന്റെ അതേപോലത്തെ ഒരു ക്ലൈമാക്സ് ഡിക്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ യൂഷ്വലി എല്ലാ പടത്തിലും ഗവൺമെന്റ് ജോലി കിട്ടുന്നവരെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇതില് പകുതി വെച്ച് വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇതിന് ട്രെയിലർ കണ്ടവർക്ക് അത് മനസ്സിലാവും. ട്രെയിലർ കാണാത്തവരാണെങ്കിൽ അത് കാണാതെ പോയി സിനിമ കാണാം. അപ്പൊ കുറച്ചും കൂടി ഒരു എഫക്ട് കിട്ടുന്ന എനിക്ക് പറയാനുള്ളൂ. എന്താ പ്രശ്നം വെച്ചാൽ, രാജ്കുമാർ റാവുവിന്റെ സ്ത്രീ 2 ഹിറ്റ് ആയതിനു ശേഷം വരുന്ന എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സിമിലർ പോലെയാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ വിക്കി ഓർ വിദ്യാക്ക ഓവാല വീഡിയോ പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് നുണക്കുഴി പറഞ്ഞ മലയാള സിനിമയെ പോലെ തന്നെയാണ് തോന്നിയത്. ഇതാണ് വെച്ചാൽ ഡ്രാഗന്റെ പോലെ ആളൊരു സിമിലർ ജോണർ തന്നെ പിടിച്ചോണ്ട് വരാം. ഈ കല്യാണവും കാര്യം തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഈ മറ്റേ ആയുഷ്മാൻ ഖുറാനയും അതേപോലെ കൃതി സാനനും രാജ്കുമാർ റാവും കൂടിയുള്ള ഒരു പടമുണ്ട്, ബറേലി കി ബർഫി ഉണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് ഈ സിനിമയിൽ കിട്ടിയില്ല. രാജ്കുമാർ റാവു എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടന്റും ക്വാളിറ്റിയാണ് പ്രതീക്ഷിക്കുക. ഇപ്പൊ ഷാഹിദ് പറഞ്ഞ സിനിമ, അതേപോലെ ട്രാപ്ഡ് പറഞ്ഞ സിനിമ, ന്യൂട്ടൺ, അങ്ങനെ കുറെ കിടിലം പടങ്ങളുണ്ട് അങ്ങേര്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല, സിമിലർ ജോണർ പടങ്ങൾ തന്നെ അങ്ങേര് ചെയ്ത് വരുന്നത്. സോ വീണ്ടും പഴയ പോലെ ദാറ്റ് വുഡ് ഹാവ് ബീൻ നൈസ് എന്നേ പറയാനുള്ളൂ. എന്തായാലും എനിക്കൊരു 1 ടൈം വാച്ചബിൾ പടമായിട്ടാണ് തോന്നിയത്. ചിലർക്ക് ഇത് കിടിലം പടമായിട്ട് തോന്നും. സോ വേണ്ടവർ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഇത് അത്ര വലിച്ചു നീട്ടിയിട്ടൊന്നുമില്ല, കറക്റ്റ് ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ഡ്രാഗണിൽ കണ്ടുകൊണ്ട് വലിയ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും തോന്നിയില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട്.